إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 18ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. തൗബ അല്ല, കാരണം മുന്നായത്തിന്റെ തന്നെ വേറൊരു അതിന് നേരെ വിപരീതമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. യാതൊരു കൂട്ടർക്ക് യഅമലൂന സയ്യാത്ത്, അവർ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹത്തായേത് വരെ ഇദാ ഹളറ അഹദഹുൽ മൗത്ത്, അവരിൽ നിന്നും ഓരോരുത്തർക്കും മരണം വന്നെത്തുന്നതുവരെ. നോക്കൂ, അക്കൂട്ടർക്ക് മരണം വന്നെത്തുന്നവരെ അവർ തിന്മ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ തൗബ അല്ലാഹ് സ്വീകരിക്കില്ല എന്നാണ് അല്ലാഹ് പറയുന്നത്. എന്നിട്ടോ അവൻ പറയുകയാണ്, അവൻ പറഞ്ഞു, ഇന്നീ തുബ്തുല്ലാൻ, ഇപ്പോൾ ഇതാ ഈ സമയം ഞാൻ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. അൽ ആൻ, ഇപ്പോൾ ഞാൻ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു എന്ന്. നോക്കൂ, മരണാസന്നനായ സമയത്ത് അവൻ പറയുകയാണ്, ഞാനിതാ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് റൂഹ് അവന്റെ തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ മരണാസന്നനായി കഴിഞ്ഞാൽ, മരണം മുഖാമുഖം കാണുന്ന നേരത്ത് അവന്റെ തൗബ ഒരിക്കലും അല്ലാഹ് സ്വീകരിക്കില്ല. നോക്കൂ, ഫിർഔൻ ആ രൂപത്തിൽ അവനെ ആ സമുദ്രജലം വന്നു മൂടിക്കൊണ്ട് മരണം അവന്റെ നേരെ മുന്നിൽ കണ്ട സമയത്ത് അവൻ തൗബ ചെയ്തിരുന്നു. അങ്ങനെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇപ്പോഴാണോ നിനക്ക് മടങ്ങാൻ കണ്ട നേരം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും നമുക്ക് വിശദീകരിച്ചിരുന്നത്. അവൻ പറഞ്ഞു, ഇന്നീ നിശ്ചയമായും ഞാൻ തുബ്തുൽ ആൻ, ഇപ്പോൾ ഞാൻ ഇതാ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ളതല്ല തൗബ. ആ തൗബ അല്ലാഹ് സ്വീകരിക്കില്ല. വലല്ലദീന യമൂതൂന, പിന്നൊരു കൂട്ടർ, വലല്ലദീന, യാതൊരു കൂട്ടർ അവിടെയും സ്വീകരിക്കില്ല. യമൂതൂന, അവർ മരണപ്പെടുകയാണ്. വഹും കുഫാർ, അവർ അവിശ്വാസിയായി കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അവർക്കും ഒരിക്കലും അവരുടെ തൗബ സ്വീകരിക്കില്ല. അവർക്കൊരിക്കലും പുറത്തു കിട്ടില്ല. കാരണം മഹ്ശറിൽ പലതരം ദോഷങ്ങളും അല്ലാഹ് പുറത്തു കൊടുക്കും, എന്നാൽ അവിശ്വാസികൾക്ക് പുറത്തു കൊടുക്കില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ഉലൈക, അക്കൂട്ടർ, അഅ്തദ്നാലഹും, അവർക്ക് അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്നു അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അത് മാത്രമല്ല, ഇപ്പോൾ കിഴക്ക് നിന്നുമാണ് സൂര്യൻ ഉദിക്കുന്നത്, പടിഞ്ഞാറ് നിന്നും അവസാന കാലഘട്ടത്തിൽ സൂര്യൻ ഉദിച്ചുകൊണ്ടും ആ സമയത്തും തൗബ സ്വീകരിക്കില്ല എന്ന് വിശുദ്ധ ഹദീസുകൾ വചനങ്ങളിൽ വന്നിരിക്കുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.